ശക്തമായ മഴയിൽ വർക്കല ക്ലിഫിലെ കുന്നിടിഞ്ഞു. സഞ്ചാരികൾ വിശ്രമിക്കുന്ന പടികളും ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം ക്ലിഫിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ചെറിയ കുഴികളൊക്കെ രൂപപ്പെട്ടിരുന്നു ക്ലിഫിൽ. അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ കുന്നിടിയാനുള്ള സാഹചര്യം ഒക്കെ മുൻകൂട്ടി കണ്ട് മുൻകരുതലുകൾ എടുത്തിരുന്നു. കാരണം കുന്നിടിഞ്ഞു എന്നുള്ള വിവരമാണല്ലോ കിട്ടുന്നത്. സഞ്ചാരികൾ വിശ്രമിക്കുന്ന പടികൾ ഉൾപ്പെടെ ഇടിഞ്ഞു വീണത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടോ? ലക്ഷ്മി, പാപനാശത്തിന് സമീപത്തുള്ള ഈ വിനോദസഞ്ചാര മേഖലയാണ് ഈ ക്ലിഫ് എന്ന് പറയുന്നത്. തീരത്തു നിന്നും, അതായത് കടൽ തീരത്തു നിന്നും ഏകദേശം 50 മീറ്റർ ഉയരമുള്ള ഒരു പ്രദേശമാണ്, ഒരു കുന്നിൻ പ്രദേശം എന്ന് നമുക്ക് പറയാം. ആ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ഈ കടലിലേക്കാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീഴുന്നത്. ഈ സഞ്ചാരികൾ വിശ്രമിക്കുന്ന സ്ഥലം, പടികളുണ്ട് താഴേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട്. അവിടേക്ക് ഇരുന്ന സഞ്ചാരികൾ ഈ വിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കടൽക്കാറ്റ് ഏൽക്കാനെല്ലാം ധാരാളമായിട്ട് സഞ്ചാരികൾ എത്തുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ മേഖല. അവിടെയാണ് ഈ കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത്. വലിയ തോതിൽ ഒരു അപകട ഭീഷണി ഉഴക്കി നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും അങ്ങനെയാണ്. കുന്നിടിഞ്ഞ് വീഴുന്നതോടുകൂടി ഈ പ്രദേശങ്ങളിലെ കൈവരികളടക്കം, അതായത് സഞ്ചാരികൾ വന്നു നിൽക്കുന്ന കൈവരികളടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. കൂടാതെ ഈ എയ്ഡ് പോസ്റ്റ്, അതായത് ഈ സുരക്ഷയ്ക്കായിട്ടുള്ള എയ്ഡ് പോസ്റ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ് അടക്കമുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്നുള്ള ഒരു അറിയിപ്പും ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ യോട് ചേർന്ന് ഗർത്തങ്ങൾ രൂപപ്പെടുകയും അത് വലിയ കുഴികളായിട്ട് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കുന്നു തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. 6 മാസം മുമ്പും ഇത്തരത്തിൽ ചെറിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. അതിനുശേഷം ഈ ടൂറിസം അധികൃതർ അത് മണ്ണിട്ട് മൂടുകയായിരുന്നു. ആ ഭാഗം തന്നെയാണ് പിന്നീടും ആ ഭാഗത്ത് തന്നെയാണ് പിന്നീടും ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ കുന്ന് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ സഞ്ചാരികളടക്കം അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുവാൻ വേണ്ടി നിരവധി ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരത്തിലൊരു അപകട സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സഞ്ചാരികളെയും അതുപോലെ തന്നെ ഇത് കാണാൻ എത്തുന്ന ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആ തദ്ദേശത്തുള്ള പ്രദേശവാസികളാണ്. എന്നാൽ പോലീസ് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തിന്റെ നടപടി ഇതുവരെ അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉള്ളതാണല്ലോ, ഗാർഡുകളൊക്കെ ഉള്ളതാണ്. ഒരുപക്ഷെ ആ സൈഡിലൊക്കെ നമുക്കറിയാം വ്യാപാര സ്ഥാപനങ്ങൾ, ഈ കടകളൊക്കെ ഉള്ളതാണ്. ഈ കുഴികൾ രൂപപ്പെട്ടപ്പോൾ തന്നെ അവർ അതിൽ ഒരു മുൻകരുതൽ ഒക്കെ എടുത്തിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ വരുന്ന സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ, പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഏരിയയാണ്, നമുക്കറിയാം, സംസ്ഥാനത്തിന് പുറത്തു നിന്ന്, രാജ്യത്തിന് പുറത്തു നിന്നൊക്കെ. അവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകാൻ ഈ പ്രദേശവാസികളല്ലാതെ, അവിടുത്തെ കച്ചവടക്കാരൊക്കെ അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണോ? ആ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസൊന്നും അധികം എത്തിയിട്ടില്ല എന്നും അറിയുന്നുണ്ട്. ഇപ്പോൾ പ്രദേശവാസികളാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന സഞ്ചാരികളെയും അതുപോലെ തന്നെ മറ്റ് ഈ ഇടിഞ്ഞു വീണ ഭാഗം കാണാനായിട്ട് കൂട്ടമായിട്ട് ആളുകൾ എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൊക്കെ അപകട ഭീഷണിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ നമുക്കറിയാം ഈ കുന്നൽ ഇതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ വർക്കലയിലെ ഈ കുന്നൻ പ്രദേശം എന്ന് പറയുന്നത്. കട്ടിയുള്ള തിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് ഇത് ആളുകൾ കൂട്ടമായിട്ട് എത്തുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധി അല്ലെങ്കിൽ കൂടുതൽ അപകട ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രദേശവാസികൾ തന്നെ നേരിട്ടൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാണാനെത്തുന്ന സഞ്ചാരികളെ അടക്കം നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ. എന്തായാലും ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും ആരംഭിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട്. ലക്ഷ്മി.